പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദു ആദർശേട്ടനെ വിളിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, കള്ളക്കടത്ത് സ്വർണ്ണം മൂർത്തി ജ്വല്ലറിയുടെ പേരിൽ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെനിക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ആ വീട്ടിലെ അസുരവിത്ത് തന്നെയാണ്. അത് ഞാൻ തെളിയിക്കുകയും ചെയ്യും എന്നൊക്കെ നന്ദു ആദർശിനോട് വിളിച്ച് പറയുന്നുണ്ട്. ആദർശ് ഇത് കേട്ട് അന്തം വിട്ടിരിപ്പുണ്ട്. പിന്നെ നയന നന്ദുവിനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. നന്ദുവിനെ വിളിച്ച് പറയുവാണ്, മോളെ എത്രയും പെട്ടെന്ന് മോളെ അനഘയുടെ വീട്ടിലോട്ട് ചെല്ലണം. അനഘയ്ക്ക് ആകെ ശ്വാസം മുട്ടലും എന്തൊക്കെയോ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ഓമനേച്ചി വിളിച്ചായിരുന്നു എന്ന് പറയുവാണ്. അതുകൊണ്ട് നേരെ നന്ദു അനഘയുടെ അടുത്തോട്ട് ചെല്ലുന്നു. അനഘേനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്ന് തോന്നുന്നു. ഓക്സിജൻ മാസ്കൊക്കെ വെച്ചാണ് കിടക്കുന്നത്. ആകെ വിഷമത്തോടെ നന്ദുവിനെ നോക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇതാരാ ചെയ്തത് എന്ന് എനിക്കറിയാം. എനിക്ക് മാത്രമല്ല നയനേച്ചിക്കും ആദർശേട്ടനും ഒക്കെ അറിയാം. അവൻ നീതികേട് കാണിച്ചിരിക്കുന്നത് അനഘയോടും മാത്രമല്ല, നല്ലവരിൽ നല്ലവനായ ആദർശേട്ടനോടും അവൻ ഇതേ നീതികേട് തന്നെയാണ് കാണിച്ചത്. അവന് കൊടുക്കാനുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ നന്ദു അനഘയോട് പറയുന്നുണ്ട്. പിന്നെ കണ്ണും വെച്ച് നിൽക്കുന്ന അബിയെ കാണിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കാൻ നന്ദു ഇറങ്ങിയിട്ടുണ്ട്. നന്ദുവിന് പല കാര്യങ്ങളും അറിയാം എന്നൊക്കെ അറിയുമ്പോഴുള്ള ഒരു പേടിയായിരിക്കാം. ഇതൊക്കെയായിരുന്നു പ്രൊമോ.